ഹിംസയെ പ്രതിരോധിക്കാനാണ് ഇടതുപക്ഷ പുസ്തകങ്ങളിൽ നിന്നും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോകളും പുസ്തകങ്ങളും ഞാൻ പഠിച്ചിട്ടുള്ളത്. ഹിംസയെ ഇവിടെ ഈ സർക്കാർ പ്രതിരോധിച്ചില്ല, അതിന് കൂട്ടുനിൽക്കുകയാണ് ചെയ്തത്. അതിന് യാതൊരു സംശയവുമില്ല. ആ അമ്മയുടെ അടിവയറ്റിലെ നീലിച്ച പാട് ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ 100% 50 ദിവസം ആഹാരം കഴിക്കാതിരുന്ന ആ സ്ത്രീയുടെ അടിവയറ്റിൽ ആ പാടുണ്ടെങ്കിൽ 100% അത് ഹിംസ തന്നെയാണ്. എനിക്കൊരു മകനുണ്ട്, ഇപ്പോഴും 4.5 വയസ്സാ. ഈ ജിഷ്ണു ഞങ്ങൾ കുടുംബത്തിൽ നിന്നല്ല നാട്ടുകാർക്കും എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഈ കുരുമുളക് പറിച്ച ഒരാളുണ്ടായിരുന്നു. അവർ പണി കഴിഞ്ഞ എന്റെ ഭാര്യയും മോനും അപ്പുറത്ത് ഇത് വീണത് പെറുക്കി വരുമ്പോ എന്റെ അവിഷ്ണ മോള് വീട്ടിന്റെ മുകളിൽ നിലത്തിരുന്ന് കാണുന്നത് എന്റെ ഈ ചെറിയ 4.5 വയസ്സുള്ള മോൻ ഇവന്റെ കുഴിമ്പാടത്തേക്ക് തിരിഞ്ഞു ചെയ്തിട്ട് കൈകൊണ്ട് ചാറ്റ പറയുന്ന ഒരവസ്ഥ. അവൻ വന്നിട്ട് എന്റെ മോളോട് പറഞ്ഞത്, എന്റെ ഏട്ടൻ അവിടെ കിടക്കുന്ന ഏട്ടനോട് ഞാൻ പറയാണ്ട് വന്നു കഴിഞ്ഞാൽ ഏട്ടൻ എന്നോട് മിണ്ടൂല. 4.5 വയസ്സുള്ള മോന. ഞങ്ങൾക്ക് ആർക്കും ഇവൻ മരിച്ചു നിന്നുള്ള അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതുകൊണ്ട് ഞാനൊരു ഭരണകൂടത്തിനോ സർക്കാരിനോ എതിരല്ല. ഞങ്ങൾക്ക് സർക്കാരെല്ലാം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നതാണ്. ഞങ്ങൾ വന്നത് ഞങ്ങളെ മോന അടിച്ചു ഒന്ന് തൂക്കിയ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഞങ്ങളെ കുടുംബം ഉണ്ടാവില്ല. ഇതിലാരും രാഷ്ട്രീയം കാണാൻ പാടില്ല. ഞങ്ങളെ കൂടെ നിൽക്കണമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഒരു കാര്യം ഉറപ്പാണ്, ഭരണകൂടത്തിൽ ഒരു ജനതയ്ക്ക് വിശ്വാസമില്ലാത്ത സാഹചര്യം ഉയരുന്നത് ഒരു നാടിനും നല്ലതല്ല. വീഴ്ചകൾ ആർക്കും സംഭവിക്കാം, അല്ലെങ്കിൽ കരുതൽ പോലെ പ്രവൃത്തികൾ മുമ്പോട്ട് പോയില്ല എന്നിരിക്കാം. പക്ഷെ അത് തുറന്നു പറഞ്ഞ് തിരുത്തി മുമ്പോട്ട് പോകാനുള്ള മഹാമനസ്കത കാണിക്കണം. ഏതൊരു നല്ല ഭരണകർത്താവിൽ നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന അതാണ്. നേർക്കർ അവസാനിക്കുന്നു. അടുത്തയാഴ്ച